ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കോളിഫ്ലവർ വെച്ചിട്ട് നല്ലൊരു റോസ്റ്റാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് കോളിഫ്ലവർ ചെറിയതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കേടൊന്നുമില്ലാത്ത കോളിഫ്ലവർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. എന്നിട്ട് അത് നമുക്ക് എന്തൊരു വലുപ്പം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. പിന്നീട് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് ഒരു 5-10 മിനിറ്റ് അത് മാറ്റി വെക്കണം. 10 മിനിറ്റിന് ശേഷം നമുക്ക് കൈ വെച്ച് നന്നായതൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ അതിൽ അഴുക്കും കീടങ്ങളൊക്കെ പോവും. അതിനുശേഷം വീണ്ടും 2 പ്രാവശ്യം നല്ല വെള്ളത്തിൽ സാധാ വെള്ളത്തിൽ നമുക്കൊന്ന് കഴുകിയെടുക്കണം കേട്ടോ. അങ്ങനെ കഴുകിയെടുത്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവറാണിത്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, അല്പം ഉപ്പ്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് കൂട്ടി തിരുമ്മിയിട്ട് ഒരു 5-10 മിനിറ്റോളം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ആ കോളിഫ്ലവറിൻ്റെ ഉള്ളിലോട്ട് ഈ എരിവും ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടും. ഇനി നമുക്ക് ഒരു പാനിലേക്ക് 2.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 5 വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായി നുറുക്കിയത്, 3 പച്ചമുളക് ചെറുതായി നുറുക്കിയത് ഇത്രയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം അതിലേക്ക് ഒരു 3 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് 2 മീഡിയം വലുപ്പത്തിലുള്ള സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി അത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാള നന്നായിട്ട് വഴന്നു വന്നതിന് ശേഷം തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി അതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ആ പൊടികളൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. പൊടികൾ നല്ലതുപോലെ ഒന്ന് മൂത്ത് വരണം കേട്ടോ. അങ്ങനെ പൊടികൾ നന്നായിട്ട് മൂത്ത് വന്നു കഴിയുമ്പോൾ അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ മസാല നല്ലതുപോലെ ഒന്ന് സെറ്റായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ആ വെള്ളം ചേർത്തതിന് ശേഷം ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കോളിഫ്ലവർ ഞാൻ കുറച്ച് എണ്ണയിലൊന്ന് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കോളിഫ്ലവർ നമ്മൾ മാരിനേറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ടുള്ള കോളിഫ്ലവർ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ തീ വെച്ചിട്ട് മൂടി വെച്ച് അടച്ച് ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി അത് സോട്ട് ചെയ്തെടുത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് അത് കുക്കായി കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു റോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. താങ്ക്